കോഴിക്കോട്ടെ സ്വകാര്യ മാളിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു എന്നുള്ളതാണ്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. കണ്ണൂർ സ്വദേശിയായ അബ്ദുൾ നാസറാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ബെൻസൺ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബെൻസൺ, പറയാം, എന്താണ് അവിടെ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4:45 കൂടിയാണ് കണ്ണൂർ സ്വദേശിയും ഇപ്പോൾ കോഴിക്കോട് ഫറൂഖിലെ താമസക്കാരനുമായിട്ടുള്ള അബ്ദുൾ നാസർ കോഴിക്കോട് നഗരമധ്യത്തിലുള്ള ഒരു സ്വകാര്യ മാളിൻ്റെ ലിഫ്റ്റിൽ കുടുങ്ങുന്നത്. 2ാം നിലയിലെ ലിഫ്റ്റിലാണ് കുടുങ്ങുന്നത്. ഇദ്ദേഹം ഇത്തരത്തിൽ വീട്ടിൽ ചായക്കടികൾ ഉണ്ടാക്കി അത് കടകളിൽ എത്തിച്ചു നൽകുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ഈ ഒരു മാളിൻ്റെ 6ാം നിലയിലുള്ള കോഫി ഷോപ്പിലേക്ക് തൻ്റെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളുമായി എത്തിയതായിരുന്നു അദ്ദേഹം. എല്ലാ ദിവസവും എത്തുന്നത് പോലെ തന്നെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിഫ്റ്റ് പൊടുന്നനെ നിന്നു പോവുകയായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് പരിചയക്കാരായിട്ടുള്ള ആളുകളാണ് ഒരു മാളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ. അപ്പോൾ മൊബൈലിൽ അദ്ദേഹം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. താനിങ്ങനെ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ബീച്ചിലെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. അവിടെ നിന്നും ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി ഏകദേശം 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അദ്ദേഹത്തെ പുറത്തെത്തിക്കുന്നത്. ലിഫ്റ്റ് ഇടയ്ക്ക് വെച്ച് കുടുങ്ങിപ്പോയതിനാൽ തന്നെ ഏറെ ശ്രമകരമായിട്ടുള്ള ജോലിയായിരുന്നു അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 4:45 ഇദ്ദേഹം ഈ ഒരു ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങുന്നത്. 5 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. 5:45 ശേഷമാണ് ഇദ്ദേഹത്തെ അതിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിലവിൽ അദ്ദേഹത്തിനില്ല. അഗ്നിരക്ഷാസേനയുടെ കോഴിക്കോട്ടെ സ്വകാര്യ മോളിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിരക്ഷാസേന രക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ.